പി.ജെ. ജോസഫ് തന്നെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാകും. പി.ജെയുടെ മകൻ അപ്പു ജോൺ ജോസഫ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് തീരുമാനം. 10 സീറ്റുകൾ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. ആൽവിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട്. ആൽവിൻ, അപ്പോ ഗുഡ് മോർണിംഗ്. പി.ജെ. ജോസഫിന്റെ കാര്യത്തിൽ തീരുമാനം വന്നു. പക്ഷേ ഈ 10 സീറ്റുകൾ കഴിഞ്ഞ വട്ടത്തെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് 10 സീറ്റുകളിൽ കുറച്ച് ഏറ്റെടുക്കാനായി കോൺഗ്രസ് നീക്കം നടത്തിയിരുന്നു. പക്ഷേ 10-ലും മത്സരിക്കുമെന്ന കാര്യം തന്നെയാണ് പി.ജെ. ജോസഫ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് മുന്നണിയിലെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഏതൊക്കെ സീറ്റുകളിൽ ധാരണയായിട്ടുണ്ട്, ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുമെന്ന രീതിയിൽ ധാരണ വരുന്നു? പി.ജെ. ജോസഫിനപ്പുറം അപ്പു എവിടെയായിരിക്കും? സേതു, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇതിൽ ഏറ്റവും ഊന്നി പറയേണ്ടത് പി.ജെ. ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. അത് നേരത്തെ അപ്പു ജോൺ ജോസഫ് സ്ഥാനാർത്ഥിയാകും, മകൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കപ്പെട്ടിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ അതിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. പി.ജെ. ജോസഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി തൊടുപുഴയിൽ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ചില യോഗങ്ങളിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മകൻ അപ്പു ജോൺ ജോസഫ് ഒരുപക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകില്ല. കൂടുതൽ പാർട്ടി ചുമതലകളിലേക്ക് അദ്ദേഹത്തെ വരുന്ന നാളുകളിൽ നിയമിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പി.ജെ. ജോസഫ് എന്ന് പറയുമ്പോൾ തൊടുപുഴയുടെ തന്നെ അമരക്കാരനായി കഴിഞ്ഞ ഏറെക്കാലമായി നിയമസഭയിൽ വരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പി.ജെ. ജോസഫിനെ തന്നെ ഇത്തവണയും മത്സരരംഗത്തേക്ക് ഇറക്കണം എന്ന നിലയിലാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 45 വർഷമായി പി.ജെ. ജോസഫ് തൊടുപുഴയിലെ ജനപ്രതിനിധിയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇതിനിടയ്ക്ക് ഏതാണ്ട് ഇനിയും മത്സരിക്കാൻ പോകുന്നത് ഏതാണ്ട് 12ാം തവണയാണ് പി.ജെ. തൊടുപുഴയിൽ മത്സരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 10 തവണയും പി.ജെ. ജോസഫിന് വിജയമാണ് ഉണ്ടായതെങ്കിൽ ഒരു തവണ മാത്രമാണ് പി.ജെ. ജോസഫിന് തൊടുപുഴയിൽ പരാജയം അറിഞ്ഞത്. അത് പി.ടി. തോമസ് എന്ന കോൺഗ്രസ് നേതാവിനോടായിരുന്നു അന്ന് പി.ജെ. ജോസഫ് പരാജയം അറിഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണയും യു.ഡി.എഫിൻ്റെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം എന്ന നിലയിൽ ഏറ്റവും സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തന്നെ എല്ലാ സീറ്റുകളും മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയിക്കുക എന്നത് മാത്രമാണ് യു.ഡി.എഫിന് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ യു.ഡി.എഫ് ഒരു പരീക്ഷണത്തിന് ഇത്തവണ തയ്യാറാകുന്നില്ല. തൊടുപുഴയിൽ പി.ജെ. ജോസഫ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. മധ്യകേരളത്തിൽ തന്നെ യു.ഡി.എഫിന് ഏറ്റവും ഉറച്ച ഒരു സീറ്റാണ് പി.ജെ. ജോസഫിൻ്റെ സീറ്റ് എന്ന് പറയുന്നത്, തൊടുപുഴ സീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പി.ജെ. ജോസഫ് തന്നെ രംഗത്തിറങ്ങണമെന്നുള്ളൊരു പൊതു നിലപാട് അല്ലെങ്കിൽ പൊതു അഭിപ്രായം പാർട്ടിക്കുള്ളിലും യു.ഡി.എഫിനുള്ളിലും രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ മറ്റൊരു രീതിയിലായിരുന്നു ചർച്ചയെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇത്തവണ മത്സരരംഗത്തേക്ക് ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് പി.ജെ. ജോസഫ് തന്നെയായിരിക്കും തൊടുപുഴയിൽ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. മകൻ അപ്പു ജോൺ ജോസഫിനെ കൂടുതൽ പാർട്ടി ഭരണങ്ങളിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. വരുന്ന നാളുകളിൽ അതിനുള്ള സാധ്യതയും നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നുമുണ്ട്. ഏതായാലും പി.ജെ. ജോസഫിൻ്റെ കേരള കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് എന്നൊരു ആവശ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് 10 സീറ്റാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പക്ഷേ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് വെറും 2 സീറ്റുകളിൽ മാത്രമാണ്. തൊടുപുഴയിലും അതോടൊപ്പം തന്നെ കടുത്തുരുത്തിയിലും മണ്ഡലത്തിലുമാണ് വിജയം കൈവരിക്കാനായത്. പക്ഷേ 8 മണ്ഡലങ്ങളിലും പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമാണ് യു.ഡി.എഫിൻ്റെ നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന വിട്ടുവീഴ്ചകൾ ഈ വരുന്ന ചർച്ചകളിലൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി സീറ്റ് അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ സീറ്റിലൊക്കെ വലിയ തോതിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീറ്റുകളിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ സീറ്റുകൾ തന്നെയാണ് 10 എന്നുള്ളത് അദ്ദേഹം പറയുമ്പോഴും അത്തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ സീറ്റുകൾ വിട്ടു നൽകാനുള്ള ഒരു ധാരണ അത് ഒരുപക്ഷെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ, അത്രത്തോളം വിജയസാധ്യത ഉറപ്പുണ്ട് എന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ആ സീറ്റ് നൽകാം എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ 10 സീറ്റ് എന്നുള്ളത് വീണ്ടും താഴേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം പി.ജെ. ജോസഫ് തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. യെസ്, അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പി.ജെ. ജോസഫിന്റെ മകൻ തൊടുപുഴയിൽ വരുമെന്ന ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് പി.ജെ. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത്.